ഗൈസ്, ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതായത്, ഒരാളെ കൈ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ നല്ലൊരു ഡ്രൈവറാണ് എന്ന് പറയണമെങ്കിൽ അവനിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ കാണുമായിരിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ്. അതായത് നല്ല കൺട്രോളിങ് ഉള്ള ഒരു ഡ്രൈവർ ആയിരിക്കണം അവൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പം അവൻ്റെ കൂടെ പോകാൻ നേരത്ത് ഇപ്പോൾ പുറകിലിരിക്കുകയോ അവൻ്റെ കൂടെ ഇരിക്കുകയോ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും അവൻ ഡ്രൈവ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് അവനിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. കാരണം അവൻ നല്ല കൺട്രോളിങ്ങിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ അപകടം ഒന്നും ഉണ്ടാകത്തില്ല അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ. ആ ഒരു വിശ്വാസം, അതാണ് കൺട്രോളിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. അവനൊരു ലക്ഷ്യബോധം ഉള്ള ഡ്രൈവറായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്ത് നമ്മളിപ്പോൾ കാഴ്ചകളൊക്കെ കാണുമല്ലോ. അപ്പോൾ ജസ്റ്റ് മുന്നോട്ട് മാത്രം നോക്കാതെ സൈഡിലേക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ അഥവാ അവൻ നോക്കിയെന്ന് പറഞ്ഞാലും എതിരെ വരുന്ന വണ്ടിയുടെ സ്പീഡ് അത് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. അതായത് എതിരെ വരുന്ന വണ്ടിയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ അവൻ ഓടിക്കുന്ന വണ്ടിയും എതിരെ വരുന്ന വണ്ടി, ആ എതിരെ വരുന്ന വണ്ടി അവൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് എത്ര സെക്കൻഡ് എടുക്കും, എത്ര മിനിറ്റ് എടുക്കും എന്നുള്ള ഒരു ബോധമില്ലേ. അതായത് വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ബെല്ലടിച്ച്, അപ്പോഴത്തേക്ക് അത് ആരാണ് വിളിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 സെക്കൻഡ് ആണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ നോക്കത്തില്ലേ. അപ്പോൾ ആ മൊബൈൽ ഫോണിൽ നോക്കിയാലും അവൻ്റെ ഡ്രൈവിങ്ങിലേക്കുള്ള ലക്ഷ്യം അവന് തെറ്റുന്നില്ല അവിടെ. കാരണം അവൻ അറിയാൻ പറ്റും എതിരെ വരുന്ന വണ്ടിയും അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയും എത്ര സ്പീഡിലാണ് പോകുന്നതെന്നും അതെപ്പോൾ ബ്രേക്ക് പിടിക്കുമെന്നും ആ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്നാൽ തന്നെ അവനത് കൺട്രോൾ ചെയ്ത് കറക്റ്റ് വണ്ടി ഇടിക്കാത്ത രീതി നിർത്തി ഇടാനുള്ളൊരു കഴിവും അവന് കാണും. ഇനി മൂന്നാമത്തെ, അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അഥവാ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകേണ്ട സിറ്റുവേഷൻ വരികയോ അതോ എതിരെ നിൽക്കുന്നയാൾ നമ്മുടെ വണ്ടിക്കിട്ട് ഇടിക്കേണ്ട സിറ്റുവേഷൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അവന് ആ വണ്ടി കൺട്രോൾ ചെയ്ത്, അതായത് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അവന് വണ്ടി ഇടിക്കാതെ തന്നെ, ഇപ്പോൾ ഓരോ ഓവർടേക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും കറക്റ്റ് ടൈമിങ്ങിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ ടൈമിങ് കറക്റ്റ് ആയി കഴിഞ്ഞില്ലെങ്കിലാണ് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള 3 ഉത്തരങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഡ്രൈവിങ് കൺട്രോളിങ്. രണ്ടാമത്തെ കാര്യം ലക്ഷ്യം, അതായത് ലക്ഷ്യബോധം ഉള്ളവനായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിങ്. അപ്പോൾ ഇത് 3മാണ് ഞാനായിട്ട് കണ്ടുപിടിച്ച ഉത്തരം. അതായത് എനിക്ക് പറയാനുള്ള ഉത്തരം ഇതാണ്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉത്തരവോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.